ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റ് അൺബോക്സിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം 2 ദിവസം നമ്മൾ യാത്രയിലാകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പവർ ബാങ്കുമായിട്ടാണ്. ഇതൊരു പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇതൊരു കുഞ്ഞൻ പവർ ബാങ്കാണ്. ഇത് നമുക്കൊരു പോക്കറ്റ് ഫ്രണ്ട് പവർ ബാങ്ക് എന്ന് പറയാം. ആങ്കർ എന്ന കമ്പനിയുടേതാണ് ഈ ഒരു പവർ ബാങ്ക്. ഇതിനു മുമ്പ് ഞാൻ ആങ്കർ എന്ന കമ്പനിയുടെ തന്നെ 2 പവർ ബാങ്കുകൾ പരിചയപ്പെടുത്തുകയുണ്ടായി. ഒരു 6700 മില്ലിയാമ്പറിന്റെ ഒരു പവർ ബാങ്കും അതുപോലെ തന്നെ 20000 മില്ലിയാമ്പറിന്റെ ഒരു പവർ ബാങ്കും. അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ വീഡിയോയും കൂടി നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു പവർ ബാങ്ക് വരുന്നത് 5200 മില്ലിയാമ്പർ ആണ്. ഇതിനെ അസ്ട്രോ E1 എന്നാണ് ആങ്കർ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്തതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നതായി തന്നെ നോക്കാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഈ ഒരു പൗച്ചാണ്. ക്യാരി ചെയ്ത് കൊണ്ടു നടക്കാനുള്ള ഒരു പൗച്ചാണ് ഇത്. ശേഷം ഇതിലൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. പിന്നെ ഒരു പവർ ബാങ്ക്, ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ, ഇത്രയുമാണ് ഈ ഒരു ബോക്സിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പവർ ബാങ്ക്. വളരെ ചെറിയൊരു പ്രൊഡക്റ്റ് ആണ്, നമ്മുടെ കയ്യിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പ്രൊഡക്റ്റ്. ഇതിന്റെ ഏകദേശം നീളം വരുന്നത് 3.8 ഇഞ്ച് മാത്രമാണ്. അതായത് നമ്മുടെ ഒരു കയ്യിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു കൈപ്പത്തിയുടെ അത്ര പോലും വലിപ്പമില്ലാത്തൊരു ചെറിയ പ്രൊഡക്റ്റ് ആണിത്. ഈ ഒരു പവർ ബാങ്കിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഇത് നല്ലൊരു ഗ്ലോസി ഫിനിഷ് പവർ ബാങ്ക് ആണ്. നല്ലൊരു ബ്ലാക്ക് കളറാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിൽ തന്നെ റെഡ് കളറും ബ്ലൂ കളറും വൈറ്റ് കളറും നമുക്ക് ലഭിക്കും. അങ്ങനെ 4 കളറുകളായിട്ടാണ് ഈ ഒരു പവർ ബാങ്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇതിന് നമുക്ക് പിയാനോ ബ്ലാക്ക് കളർ എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ നല്ല ഗ്ലേസി ഫിനിഷാണ്. കാഴ്ചയിൽ നല്ല ഭംഗിയുണ്ടെങ്കിലും ഈ ഒരു കളറിന്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് നേരമൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ കയ്യിലെ വിയർപ്പും ഒക്കെ തട്ടിയിട്ട് ഇതിൽ ചെറുതായിട്ട് നമുക്ക് ഈ കയ്യിന്റെ പാടുകളൊക്കെ ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഡിസൈന് നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ട് ആങ്കർ എന്നും അതുപോലെ അതിന് ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് നമുക്കൊരു 4 LED ഇൻഡിക്കേഷനും കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു മൈക്രോ USB ഇൻപുട്ട് സ്ലോട്ടും പിന്നെ ഒരു USB ഔട്ട്പുട്ട് സ്ലോട്ടുമാണ് കൊടുത്തിട്ടുള്ളത്. ഇത് തന്നെ IQ ടെക്നോളജിയാണ്. IQ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഫോണാണോ നമ്മൾ അല്ലെങ്കിൽ ഏത് ഡിവൈസ് ആണോ ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ളത് അത് ഓട്ടോമാറ്റിക്കായി ഡിക്റ്റേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള പവർ ഔട്ട്പുട്ട് നൽകുന്നതിനാണ് IQ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ പിൻഭാഗത്തായിട്ട് കുറച്ച് ഇതിന്റെ കപ്പാസിറ്റിയും ഔട്ട്പുട്ട് ഇൻപുട്ട് വോൾട്ടേജുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻപുട്ട് നൽകേണ്ടത് 5 വോൾട്ട് 1 ആംപിയറും ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു 5 വോൾട്ട് 2 ആംപിയറുമാണ്. ഇതിൽ 4 LED വെച്ച് നമുക്ക് ഒരു ഫസ്റ്റ് LED 25, അതുപോലെ 50, 75, 100 എന്നിങ്ങനെ നമുക്ക് ഇതിൽ എത്രത്തോളം ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചാർജ് ഉണ്ടോ അത്രയും LED ഇൻഡിക്കേറ്റ് ചെയ്ത് നിൽക്കുകയും അതിന് തൊട്ടപ്പുറത്തുള്ള LED ബ്ലിങ്ക് ചെയ്ത് എത്രത്തോളം ചാർജ് നമുക്ക് ഇതിലുണ്ടെന്ന് കാണിക്കുകയും ചെയ്യും. ഈ ഒരു പവർ ബാങ്കിന്റെ ഓൺ ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇതിന്റെ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തായിട്ടാണ്. അതിന് മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഓൺ ബട്ടണും കാണാൻ സാധിക്കും. ഈ ചാർജിങ്ങിന്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ലോട്ടുകളൊക്കെ നിൽക്കുന്ന ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത് ഒരു ഫൈബർ ഫിനിഷിലാണ്. പിൻഭാഗവും അതുപോലെ തന്നെ ഒരു ഫൈബർ ഫിനിഷിലാണ് ആങ്കർ നൽകിയിട്ടുള്ളത്. ഈ ഒരു കുഞ്ഞൻ പവർ ബാങ്കിന്റെ ഭാരം വരുന്നത് വെറും 120 ഗ്രാം ആണ്. അതുപോലെ ഇതിന്റെ ഒരു ഹൈറ്റ് വരുന്നത് 3.8 ഇഞ്ചാണ്. കൂടാതെ ഇതിന്റെ ഒരു വിഡ്ത്ത് വരുന്നത് 1.7 ഇഞ്ചും അതുപോലെ ഇതിന്റെ ഒരു തിക്നെസ് വരുന്നത് 0.9 ഇഞ്ചുമാണ്. ഇത് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആപ്പിൾ ഡിവൈസ് അതുപോലെ ആൻഡ്രോയിഡ് ഡിവൈസ് നിന്റെൻഡോ ഗെയിം ഡിവൈസുകളൊക്കെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ സാധിക്കും. ആപ്പിൾ ഡിവൈസിൽ തന്നെ നമുക്ക് ആപ്പിളിന്റെ പുതിയ പ്രൊഡക്റ്റായ ഐപാഡ് പ്രോ 12 ഇഞ്ച് വരെ നമുക്ക് ഇത് ഉപയോഗിച്ച് ചാർജ് ചെയ്യാം. പക്ഷെ അതിനായിട്ട് നമ്മൾ Type-C കേബിൾ സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ടത് വരും. ഇതിനോടൊപ്പം വരുന്നത് ഒരു മൈക്രോ USB കേബിൾ മാത്രമാണ്. നമുക്ക് ആപ്പിൾ ഡിവൈസിനാണെങ്കിൽ നമുക്ക് അതിനായിട്ട് സെപ്പറേറ്റ് കേബിൾ വാങ്ങിക്കണം. ഒറിജിനൽ കേബിൾ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ തേർഡ് പാർട്ടി കേബിളുകളാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ MFI സർട്ടിഫൈഡ് കേബിൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങും മറ്റൊക്കെ ഡിക്റ്റേറ്റ് ചെയ്ത് ഇത് ചാർജ് ആവുക. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ആങ്കറിന്റെ സ്റ്റോറിൽ വരുന്ന വില ഒരു $20 ആണ്. കൂടാതെ ഇത് നമുക്ക് eBayയിലും ലഭ്യമാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഖത്തറിലുള്ളവർക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഇത് അവൈലബിൾ ആയുള്ള സ്റ്റോറുകളുടെ ഡീറ്റെയിൽസും അതിൻ്റെ വിലയൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.